വീട്ടിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാൻ എന്നെ കിട്ടത്തില്ല. ഒരു പുരുഷന്റെ മുമ്പിൽ അവിവാഹിതമായ ഒരു പെണ്ണ് എത്ര നാളെന്ന് വെച്ച് പിടിച്ചു നിൽക്കും? ഓ, എങ്ങനെങ്കിലും ഈ നശൂരത്തിന് ഇവിടെ നിന്ന് ഒഴിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ പേരുദോഷം കേൾപ്പിച്ചെന്ന് വരും. ഒരു കാരണമില്ലാതെ ഇവനെന്തെങ്കിലും പറഞ്ഞു കയറി ബെങ്കടി വെറുതെ ആളെ കൂട്ടുന്നു. സച്ചു വെറുതെ സംസാരിക്കണ്ട. ഇവൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ എന്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാണ്. ആണൊരുത്തനെ 5 പേര് ചേർന്ന് പൊക്കിക്കൊണ്ടു പോകുന്നത്. ഞാൻ പണ്ടേ പറഞ്ഞല്ലേ ഇവളുമാര് വിശകാണെന്ന്. ആകെ പ്രശ്നമായി. തെരുവിലുള്ള ഒരു മുഴുക്ക് നമ്മുടെ വീട്ടിന്റെ വാതിക്കലുണ്ട്. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാന്ന് പറഞ്ഞ് ബോർഡും വെച്ചേച്ച് ആണൊരുത്തനെ അകത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ ഇമ്മോറൽ ട്രാഫിക്കിന് കേസെടുക്കും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അറിഞ്ഞിട്ടുള്ള കാര്യം നമ്മളിവിടെ കിടന്ന് വെള്ളം കൂട്ടിയിട്ട് കാര്യമില്ല. സംശയമുള്ള അതെ, ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളായിട്ട് നിയമം ലംഘിക്കുന്നത് ശരിയല്ല. കയറി നോക്കണം നിർബന്ധമാണെങ്കിൽ സ്ത്രീകളാരെങ്കിലും പോയി നോക്കട്ടെ. മതി. എങ്ങനെയുണ്ട്? ചിന്താമണിമാ ദോ. അയ്യോ പിന്നെ ഒന്നുമില്ല, ഷുഗറിന്റെ ലെവല് കുറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ഇതിനകത്ത് ഒരു ആമ്പറിനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കണമെന്ന് വെളിയിൽ നിൽക്കണവർക്ക് സംശയങ്ങളുണ്ട്. ഇതിനകത്ത് ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങൾ ഭവനഭേദനത്തിന് കേസെടുക്കും. അസോസിയേഷന്റെ തീരുമാനം ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലേ അവരെല്ലാരും കൂടി അകത്തു വരും. നോക്കിക്കോ, എവിടെ വേണോ നോക്കിക്കോ. കാണാമേ பாக்குறேன் எங்க ஒளிச்சு வைக்க பாரா. അതെ അതെ, നമുക്ക് എല്ലായിടത്തും കയറി നോക്കാം. பாருங்க, நீங்க மேல போ. വേഗം ചെല്ലു ചെല്ലു. നിങ്ങൾ വാ. അയ്യോ, என்னமோ வந்துட்ட. അച്ചി. അകത്ത് പോയാൽ കാണില്ലല്ലോ. അവര് പുറത്തു നല്ല കാണും. ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് വേണ്ട. അയ്യോ, ഞാൻ പൂവിക്കാൻ വന്നല്ല. എനിക്ക് ഈ മുറി ഒന്ന് നോക്കാം. ഈ മുറി പോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ മുറികളും. എല്ലാ മുറിയും കാണണം. നീ ഒന്ന് മാറി ഇങ്ങോട്ട്. എന്റെ വാല്യുബിൾ തിങ്സ് വെച്ചുള്ള റൂമാണിത്. നിന്റെ തിങ്സ് ഒന്നും എനിക്ക് കാണാം. ഞങ്ങളുടെ അസോസിയേഷൻ തീരുമാനമാണ്. വെയിറ്റ്, എന്റെ ആന്റി മൊണോലിസ റിസർച്ചിന് വന്നിട്ടുണ്ട്. ശല്യപ്പെടുത്തരുത്. ഓക്കെ, ഞങ്ങൾ ശല്യപ്പെടുത്തില്ല. നീ ഒന്ന് മാറി. മാറ്. വസുന്ധരെ, തനിക്കൊരു ഫോണുണ്ട്. എനിക്കോ? ആരാ? തന്റെ ആരാധകനില്ലേ, അയാളാന്ന് തോന്നുന്നു. അയ്യോ, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഉണ്ടെന്ന് പറഞ്ഞു പോയില്ലേ? അയാളെ മെനക്കെട്ട് വിളിച്ചല്ലേ. എന്തെങ്കിലും ഒന്ന് പറ. അയ്യോ വേണ്ട, എന്തെങ്കിലും പറ. ആരാധകനാണ്, നിരാശപ്പെടുത്തല്ലേ. പറ. ഹലോ, ബിനോയ് വിശ്വം. കുറച്ചു ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ടാ വസുന്ധരാദേവിയെ ശല്യപ്പെടുത്താതിരുന്നത്. കഴിഞ്ഞ ആഴ്ച കാലിക്കറ്റിൽ വെച്ച് ടിവിയിൽ വസുന്ധരയുടെ ഡാൻസ് പ്രോഗ്രാം കണ്ടിരുന്നു. മനോഹരമായിരുന്നു. യു ആർ റിയലി ഫോട്ടോജനിക് ആൾസോ. താങ്ക്സ്. എന്നാണ് അടുത്ത പ്രോഗ്രാം? തീരുമാനിച്ചിട്ടില്ല. ഞാൻ വെക്കട്ടെ. മിണ്ടാപ്പൂച്ച കലവടയ്ക്കെന്നാ തോന്നുന്നേ. പുരുഷ വിദ്വേഷത്തിന്റെ മഞ്ഞമറ ഉരുകി തുടങ്ങിയോ എന്നൊരു സംശയം. ദേ, നാളെ
നേരത്തെ വരണേ ഭാഗ്യം, കുറെ ദൂരെ പോകേണ്ടതുണ്ട്. കഴിഞ്ഞില്ലേ മാലതി? ഒരു 10 മിനിറ്റ് കൂടി. റിസപ്ഷന് ഗസ്റ്റുകൾ വന്നു തുടങ്ങി, വേഗം ആട്ടെ. ഞാൻ ഭാഗ്യം വേണേ പോയിക്കോളൂ, ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. ശരി. ഓട്ടോ ഓട്ടോ നിർത്തുന്നില്ലല്ലോ. ഓട്ടോ ഓട്ടോ. ആഹാ, ഭാഗ്യരേഖന്റെ ഈ നേരത്തെ ഇവിടെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്തോ വേണം? ഇല്ല, അറിയണമെന്നില്ല. ഒരു ലോഹ്യം ചോദിച്ചതേ ഉള്ളൂ. കേറിക്കോളൂ, ഡ്രോപ്പ് ചെയ്യാം. വേണ്ട താങ്ക്സ്, ഞാൻ പോയിക്കോളാം. എന്നാ ഭാഗ്യരേഖ ഒരു വണ്ടി പിടിച്ചിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്താലും മതി. അയ്യടാ, ഏയ് കാശ് തന്നിട്ട് പോ. 1 സെക്കൻഡ്. മാറണം. 50 രൂപയ്ക്ക് അവിടെ നാശന ചേഞ്ച് കാണുമെന്ന് നോക്ക്. Oh, sorry. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിക്ക് നിക്ക് നിക്ക്, എന്താ ഇത്? ഒരു പെണ്ണിന് സമാധാനമായിട്ട് രാത്രി വഴി നടന്നൂടെ? ഇതെന്നെ വെള്ളരിക്കപ്പെട്ടോ? എങ്കടി ഓടാ. Ah!